ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ലോസ് ഓഫ് എക്സ്പോണൻസ് ഒരുപാട് ലോസ് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ മുഴുവനായിട്ട് നമ്മളിന്ന് പഠിച്ചെടുക്കാൻ പോവാണ്, കംപ്ലീറ്റ് ആയിട്ട്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ലോസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ലോസ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാം. ഫസ്റ്റ് വൺ, a raised to m into a raised to n is equal to a raised to m plus n. മക്കളെ, ഇത് ലോ ഓഫ് പ്രൊഡക്റ്റ്, അതേപോലെ ലോസ് ഓഫ് അങ്ങനെ ഒരുപാട് പേര് ഇതിലുണ്ട്. ഒരുപാട് പേരുകൾ ഇതാ ഈ കാണുന്ന ലോസിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഈ പേരുകൾ മക്കൾ പഠിക്കണ്ട, ഈ പേരുകൾ നോക്കണ്ട. നിങ്ങളെ ചിലപ്പം സ്കൂൾ ടീച്ചർ ഇന്ന ലോ ഏതാ എന്നൊക്കെ ചോദിക്കാൻ മതി. പക്ഷെ ലോസ് പേര് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല ലോസിന്റെ പേര്. നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കുക, ഓരോ ലോയും എന്താണെന്ന് മനസ്സിലാക്കി പോവാ. ഓരോ റൂളും എന്താണെന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോ, a raised to m into a raised to n is equal to a raised to m plus n. അതായത് ബേസ് സെയിം ആണ്. രണ്ട് സാധനങ്ങളെ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് സാധനങ്ങളെ. ആ രണ്ട് സാധനങ്ങളുടെയും ബേസ് സെയിം ആണ് അല്ലേ? പക്ഷെ പവർ ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും എന്ന് വെച്ചാൽ സെയിം ബേസ് തന്നെ ആൻസറിൽ വരും. എന്നിട്ടോ രണ്ടിന്റെയും പവേഴ്സ് തമ്മിൽ ഇൻഡിവിജ്വലി ആഡ് ചെയ്യും. എം പ്ലസ് എൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതാ പിടിച്ചോ. 5 raised to 6 into 5 raised to 7. അപ്പൊ എന്താ ചെയ്യാ? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്, ഇൻഡു ആണ്, പ്രൊഡക്റ്റ് ആണ്. പിന്നെയോ ബേസ് സെയിം ആണ്, 5 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിലും സെയിം ബേസ് കൊടുക്കും. എന്നിട്ടോ രണ്ടിന്റെയും പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. 5 plus 6 എത്രയാ? 6 plus 7 എത്രയാ? 13. ഓക്കെ, ദെൻ 7 raised to 2 into 7 raised to 3. നമ്മൾ എന്താ ചെയ്യാ? ബേസ് സെയിം തന്നെ കൊടുക്കും. എന്നിട്ടോ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യും. 3 2 5. സെറ്റ് അല്ലേ? നെക്സ്റ്റ് റൂള് ഇതേപോലെ തന്നെ ഡിവിഷൻ വരും. ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ബേസ് സെയിം, പവർ ഡിഫറെന്റ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്നാൽ ഡിവിഷൻ വരും. ഡിവിഷൻ വരിക എന്ന് പറയുമ്പോൾ a raised to m divided by a raised to n ഇങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറിയോ? സെയിം ബേസ് അല്ലേ മേലെ താഴെ? എ തന്നെ. അപ്പൊ നമ്മുടെ ആൻസറിലും എ തന്നെ വരും ബേസ് ആയിട്ട്. എന്നിട്ടോ നേരത്തെ രണ്ട് പവർ കൂടെ ആഡ് ചെയ്യായിരുന്നു, എന്നാൽ ഇവിടെ രണ്ട് പവർ കൂടെ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് മേലത്തിന്റെ പവറിന് താഴത്തെ പവർ സബ്ട്രാക്ട് ചെയ്യണം. നേരെ തിരിച്ച് ചെയ്യരുത്. മേലത്തിന്റെ പവർ എഴുതുക, മൈനസ് താഴത്തെ പവർ, a raised to m minus n. ഫോർ എക്സാമ്പിൾ 5 raised to 6 divided by 5 raised to 4. ആൻസർ എത്രയാ വരിക? 5 raised to മേലത്തിന്റെ പവർ 6 ആണ്, താഴത്തെ പവർ 4 ആണ്. 6 minus 4 that is 2. 5 square. ഇനി വേറൊരു എക്സാമ്പിൾ 7 raised to 7 divided by 7 cube. ആൻസർ എത്രയാ വരിക? പവർ ബേസ് സെയിം തന്നെ, 7 തന്നെ. എന്നിട്ടോ 7 minus 3 that is 4. 7 raised to 4. കാണും. സെറ്റ് ആണോ? സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് അത് കഴിഞ്ഞു. ഇനി ഒരു നമ്പർ ഉണ്ട് മക്കളെ. ഒരു നമ്പർ ഉണ്ട് a raised to m. അതിന് മൊത്തത്തിൽ പവറായിട്ട് വേറൊരു നമ്പർ വന്നു. അതിന് മൊത്തത്തിൽ പവറായിട്ട് n എന്ന് പറഞ്ഞ മറ്റൊരു പവർ വന്നു. അപ്പൊ നമ്മൾ എന്താ പറയുക ചെയ്യാം? ഈ ബേസ് തന്നെ എഴുതും, മെയിൻ ബേസ് എ അത് തന്നെ എഴുതും. എന്നിട്ടോ ആ രണ്ട് പവർ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. m into n, mn എന്ന് വരും ആൻസർ. ഫോർ എക്സാമ്പിൾ 5 സ്ക്വയർ ഉണ്ട്, മൊത്തത്തിൽ ഹോൾ റേസ് ടു 3 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 എഴുതുക, എന്നിട്ടോ ആ രണ്ട് പവർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6. 5 raised to 6 ആണ് ആൻസർ. ഇനി വേറെ ഒന്ന് 7 raised to minus 2 into 6. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 7 തന്നെ എഴുതുക. എന്നിട്ടോ -2 into 6. -2 into 6 എന്ന് പറയുമ്പോൾ -12 വരും. 2 6 12 -12. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാൻ പറ്റും. 1/7 raised to 12 എന്ന് എഴുതാം. 1/7 raised to 12 എന്ന് എഴുതാം. അത് നമ്മൾ പഠിക്കും. ഓക്കെ, അത് അങ്ങനെ എഴുതി നമ്മൾ അടുത്ത ലെവലിൽ പഠിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3 raised to 3 ഹോൾ ക്യൂബ്. അപ്പൊ എങ്ങനെയാ വരിക? ബേസ് 3 അല്ലേ? ആ 3 എഴുതി. എന്നിട്ടോ ഈ രണ്ട് പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 3 × 3 9. ഓക്കെ അല്ലേ? അപ്പൊ ആ റൂളും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് റൂള് ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ്. സെയിം പവർ വരുന്ന നമ്പർ, അതായത് a raised to m into ബേസ് ഡിഫറെന്റ് ആണ്, പക്ഷെ പവർ മാത്രം സെയിം. a raised to m into b raised to m. അതായത് ബേസ് ഡിഫറെന്റ് ആണ്, പക്ഷെ പവർ സെയിം ആണ്. ബേസ് ഡിഫറെന്റ്, എക്സ്പോണന്റോ പവർ സെയിം ആണ്. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഡിഫറെന്റ് ആയിട്ടുള്ള ബേസിലെ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ. അഡീഷനിൽ ഇങ്ങനത്തെ ഒരു റൂൾ ഇല്ലേ, എക്സ്പോണൻസിന്റെ അഡീഷൻ. ഫോർ എക്സാമ്പിൾ a raised to m plus b raised to m. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു സംഭവം കൂടെ നമുക്ക് ഒരു റൂളും ഇല്ല കേട്ടോ അഡീഷന്റെ കേസിൽ. ഓക്കെ, ഇവിടെ എന്താ വരിക? a raised to m into b raised to m മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ, a into b, a b.
എന്നിട്ട് പവറായിട്ട് മൊത്തത്തിൽ പവറായിട്ട് ഈ സാധനമല്ലേ അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന ഇവിടെ ഒരൊറ്റ എം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എം ഇട്ട് കൊടുത്താൽ മതി. എ ബി ഹോൾ റേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓക്കെ, അതിനൊരു എക്സാമ്പിൾ വേണേൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എക്സാമ്പിൾ 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. നമ്മൾ എന്താ അറിയാം ചെയ്യേണ്ടത്? 5 ക്യൂബ് 2 ക്യൂബ് ഒന്നും കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം 5 ഇൻറ്റു 2 എഴുതുക. എത്രയാ? 2×10. അതേ റേസ് ടു 3. പവർ 3 അല്ലേ? അപ്പോൾ 3 10⁻³ സിമ്പിൾ. ഇനി 2⁻4 ഇൻറ്റു 5⁻4. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ബേസ് ഡിഫറെൻ്റ് ആണ്, പവർ സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ, ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ. എത്രയാ? 2×10 പവർ ഓഫ് 4 10⁻4. സിമ്പിൾ ആണ് അല്ലേ? നെക്സ്റ്റ് ഓക്കെ. ഇനി അതേപോലെ തന്നെ ഡിവിഷൻ ഇവിടെ നമ്മൾ ചെയ്തില്ലേ? അതേപോലെ തന്നെ ഡിവിഷനും നമുക്ക് പഠിക്കാനുണ്ട്. ഡിവിഷൻ പഠിക്കുന്ന സമയത്ത് ഇതേ സംബന്ധം തന്നെയാണ്, ഇതേ റൂൾ തന്നെ. ഫോർ എക്സാമ്പിൾ a⁻m ഡിവൈഡഡ് ബൈ b⁻m ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? a⁻m b⁻m ഡിവൈഡ് ചെയ്യാണ്. ഡിവിഷൻ ആണ് വരുന്നത്, ബേസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് തമ്മിൽ ഡിവൈഡ് ചെയ്യും, a/b. എന്നിട്ടോ പവർ മൊത്തത്തിൽ അവിടെയുള്ള പവർ ഏതാണോ അത് ഇട്ട് കൊടുക്കുക, m ഇട്ട് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ പറ 2⁻6 ഡിവൈഡഡ് ബൈ 7⁻6. അപ്പോൾ എന്താ വരിക ആൻസർ? നിങ്ങൾ ആദ്യം ബേസ് ഡിഫറെൻ്റ് ആണ്, പവർ സെയിം ആണ്, ഡിവിഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ബേസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് തമ്മിൽ ഡിവൈഡ് ചെയ്യും 2/7. എന്നിട്ട് ഹോൾ റേസ് ടു സെയിം പവർ 6 ഇട്ട് കൊടുക്കുക. 2/7 ഹോൾ റേസ് 6. ദെൻ 3/5 3⁻4 ഡിവൈഡഡ് ബൈ 5⁻4. അപ്പോൾ എത്ര വരിക? 3/5 ഹോൾ റേസ് ടു 4. 3/5 ഹോൾ റേസ് ടു 4. സെറ്റ് ആണോ? സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ഇനി വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ 5⁻², അല്ലെങ്കിൽ ഓക്കെ 5⁻². അതിന് നമുക്ക് എങ്ങനെ എഴുതാറിയോ? മൈനസ് പവറിലുള്ള മൈനസ് നോക്കാൻ അതിന് താഴോട്ടേക്ക് എഴുതിയാൽ മതി, അഥവാ 1/5² എഴുതിയാൽ മതി. അതേപോലെ 7⁻8. അങ്ങനെ വെച്ചാൽ നമ്മൾ പവറിലെ മൈനസ് നോക്കാൻ എന്ത് ചെയ്താൽ മതി? 1/7⁸ എന്ന് എഴുതാൻ പറ്റും. അഥവാ ജനറലി പറയുകയാണെങ്കിൽ a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m ആണ്. പഠിച്ചു വെക്കാം. ഓക്കെ, ഇത് നേരെ തിരിച്ച് 1/7⁻². അതിൽ അടിയിലുള്ള മൈനസ് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ മേലോട്ടേക്ക് എടുത്ത് എഴുതിയാൽ മതി, 7² വരും. ഇനി 1/5⁻4. അടിയിലത്തെ മൈനസ് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മേലോട്ടേക്ക് എടുത്ത് എഴുതിയാൽ 5⁻4 വരും. അപ്പോൾ അടിയിലത്തെ മൈനസ് പോക്കണമെങ്കിൽ 1/a⁻m ആണെങ്കിൽ അതെന്താ വരിക? a⁻m വരും. ഓക്കെ, പവറിൽ മൈനസ് വരികയാണെങ്കിൽ അടിയിലാണുള്ളതെങ്കിൽ അതിനെ നേരെ എടുത്ത് എഴുതിയാൽ മൈനസ് പോക്കാം. ഇനി മേലെയാണുള്ളത്, ഓൾറെഡി നോർമലി ഉള്ള നമ്പറാണ്, മേലുള്ള നമ്പർ ആണെങ്കിൽ അതിന് എന്ത് ചെയ്താൽ താഴോട്ടേക്ക് എടുത്ത് എഴുതിയാൽ 1/, എന്നുള്ള ഫോർമാറ്റിൽ എഴുതിയാൽ മതി. അത് നമുക്കറിയാം. എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 5⁻0 എത്രയാണ് മക്കളെ? 5⁻0 എത്രയാ? പറ. 1 ആണ്. 10⁻0 എത്രയാ? 1 ആണ്. 100⁻0 1 ആണ്. ഇത് എത്രയാ? 10,101⁻0 1 ആണ്. താഴെ വലിയൊരു നമ്പർ ഉണ്ട്, അത് എത്രയായാലും അതിന്റെ ⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എനി നമ്പർ ⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. മനസ്സിലായോ? എനി നമ്പർ, ഏത് നമ്പറിന്റെയും പവർ 0 വന്നാൽ 1 ആണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 5 എടുക്കുക. 5⁻5 ഡിവൈഡഡ് ബൈ 5⁻5. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യാം? ബേസ് ഉണ്ട്, പവർ സെയിം ആണ് അല്ലെ? പവർ സെയിം ആണ്, ബേസ് സെയിം ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആകുമ്പോൾ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? x⁻m ഡിവൈഡഡ് ബൈ x⁻n. നമ്മൾ എന്താ ചെയ്യുക? x⁻m-n അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ബേസ് എഴുതുക. ബേസ് 5 അല്ലേ? സെയിം ബേസ് എഴുതി. എന്നിട്ടോ മേലെ തന്നെ പവർ മൈനസ് താഴെ തന്നെ പവർ 5 - 5, അഥവാ 5⁻5 - 5 എത്രയാ? 0. 5⁻0 എന്നാണ് ഇത് വരുന്നത് അല്ലേ? മക്കളെ നിങ്ങൾ നോക്ക്, 5⁻5 ഡിവൈഡ് ബൈ 5⁻5. അതിന്റെ ആക്ച്വൽ വാല്യൂ എന്താ? മേലുള്ളതും താഴെയുള്ളതും സെയിം ആയാൽ അല്ലെ? 5⁻5 ആണ് മേലെ, താഴെയും 5⁻5 ആണ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആയാൽ വാല്യൂ 1 ആണ്. സോ 5⁻0 is equal to 1. Am I clear? ക്ലിയർ ആണോ? 5⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ. സെറ്റ് അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ഏത് നമ്പറിനെയും എഴുതി നോക്കിക്കഴിഞ്ഞാൽ അതേ ⁻0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും എപ്പോഴും. സോ ജനറലി നമുക്ക് പറയാം a⁻0 equal to 1. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് റൂൾ ശ്രദ്ധിച്ചോ. രണ്ട് നമ്പർ നമുക്ക് ഈക്വൽ ആണ് കിട്ടി, രണ്ട് സാധനങ്ങൾ ഈക്വൽ ആണ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ചാപ്റ്ററിൽ ആ റൂൾസിന്റെ ബോക്സിൽ ഇതില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഇത് ആവശ്യമുണ്ട്. രണ്ട് സാധനങ്ങൾ ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി, രണ്ടിന്റെ ബേസ് സെയിം ആണ്, പക്ഷെ രണ്ടിന്റെ പവർ ഡിഫറെന്റ് ആണെന്ന് വിചാരിച്ചോ. രണ്ട് സാധനങ്ങൾ ഈക്വൽ ആണ്, രണ്ടിന്റെയും ബേസ് സെയിം ആണ്, പക്ഷെ രണ്ടിന്റെ പവർ ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പവറും ഈക്വൽ ആയിരിക്കും, ആ പവേഴ്സും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5p ഈക്വൽ ടു 5⁻7 ആണെങ്കിൽ പിന്റെ വാല്യൂ 7 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ രണ്ട് സാധനങ്ങൾ ഇത് രണ്ടും ഈക്വൽ ആണ്,
ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈക്വൽ ആണ്. പിന്നെയോ ബേസ് രണ്ടും സെയിം ആണ് 5 5. അപ്പോൾ പവർ രണ്ടും സെയിം ആയിരിക്കും. പിയും 7ഉം ഈക്വൽ ആയിരിക്കും. ഈക്വൽ 7 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതും കഴിഞ്ഞു. സോ മക്കളെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ a⁻−m 1/a⁻m എന്ന് എഴുതാനൊക്കെ പഠിച്ചു. സോ ഇത്രയും റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നല്ല പോലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എവിടെയൊക്കെ മാത്സ് പഠിക്കുന്നോ അവിടെയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചെടുത്തത്. സോ കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. ഞാൻ പറഞ്ഞു റൂൾസിന്റെ പേരും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ പഠിപ്പിച്ച റൂൾസിലെ അത് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം വന്നാൽ ചെയ്യാൻ അറിയണം. ഇപ്പം ഞാൻ കാണിച്ചു കുറെ എക്സാമ്പിൾസ് അല്ലേ, ഇങ്ങനത്തെ ഫോമിലൊക്കെ വന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ അറിയണം. ഏതൊക്കെ അതാ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനത്തെ ഫോമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി എഴുതിയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, നിങ്ങളെ കൊണ്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റൂൾസ്. ഓക്കെ ആണല്ലോ? അല്ലാതെ ലോസിന്റെ പേരൊക്കെ പഠിച്ച് ബൈഹാർട്ട് പഠിച്ചിട്ട് ഷോക്കേസ് കൊണ്ടുവെക്കാനല്ല. ഇത് അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ. സെറ്റ് ആണല്ലോ? സോ നല്ല കുട്ടികളായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.